എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വളരെ വ്യത്യസ്തമായ ഒരു ടോപ്പിക്കാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നുമല്ല, 7 things that influence your epigenome എന്ന് പറയും. എപ്പിജിനോം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മളുടെ DNA. നമ്മൾ അത് പറയുമല്ലോ, നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. നമുക്ക് ഇന്ന കാര്യങ്ങൾ, എനിക്ക് ഡയബറ്റീസും എല്ലാം നമ്മൾ പഴിചാരാറായിട്ടുള്ള ഒരു കാര്യമാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. ഈ പാരമ്പര്യം എങ്ങനെ വന്നു, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക്. ഞാൻ ഡോക്ടർ അഖില വിനോദ്, വെൽനസ് എക്സ്പേർട്ട്, യോഗാശ്രം. ഇപ്പോൾ നമ്മളുടെ യോഗാശ്രം കൊച്ചിയിലും അതുപോലെ തന്നെ കാലിക്കറ്റും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മളുടെ ഈ എപ്പിജിനോം അല്ലെങ്കിൽ നമ്മളുടെ ഈ ജനിതക, അതിനകത്ത് വരുന്ന ഘടകങ്ങളിലുള്ള മാറ്റങ്ങൾ വരുത്തുന്ന 7 കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1, വെള്ളം, വാട്ടർ. എങ്ങനെയാണ് വെള്ളത്തിന് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ദിവസവും കുടിക്കുന്ന വെള്ളത്തിന് നമ്മളുടെ ജനിതക വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ കഴിവുണ്ടത്രേ. അത് ഞാൻ കണ്ടെത്തിയതല്ല, പഠനങ്ങളും ഗവേഷണങ്ങളും കണ്ടെത്തിയിരിക്കുന്ന ഒരു വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് വെള്ളത്തിൻ്റെ നമ്മളുടെ ശരീരത്തിലുള്ള ഇൻഫ്ലുവൻസ്. ആ കുടിക്കുന്ന വെള്ളം നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2 എന്ന് പറയുന്നത് നമ്മുടെ സമ്മർദ്ദമാണ്. ഒരു വ്യക്തി സമ്മർദ്ദങ്ങളെ എങ്ങനെ നേരിടുന്നു. ഇപ്പോൾ കുറേ ആൾക്കാർ നമുക്കറിയാം, അവർ എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് എസ്കേപ്പ് ആവുന്നത് കാണാം. ചില ആൾക്കാർ അതിനെ വളരെ ധൈര്യപൂർവ്വം നേരിടുന്നത് കാണാം. ചില ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നത് കാണാം. ഒരേ പ്രശ്നമാണ്, പക്ഷെ പല ആൾക്കാരും പല രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരേ കാര്യം നമ്മൾക്കിപ്പോൾ ഒരു ക്ലാസ്സിൽ നമ്മൾക്കിപ്പോൾ പറയുവാണെങ്കിൽ, നമ്മളൊരു സ്റ്റുഡൻസിൻ്റെ ഇടയിൽ തന്നെ ഒരു ക്ലാസ്സിലുള്ള എല്ലാവരും തോറ്റു. ഈ 50 പേര് തോറ്റാൽ ഈ 50 പേർക്കും 50 രീതിയിലുള്ള മാനസികാവസ്ഥയും 50 പേരും 50 രീതിയിലായിരിക്കും നാളെ അതിനെ ഫേസ് ചെയ്യുന്നത്. കുറേ പേര് അവരുടെ ജീവിതത്തിലെ ഒരു പരാജയമായി മാറാം. ചിലവർ ആ പരാജയത്തിന് വെല്ലുവിളിയായിട്ട് അവർ ജീവിതത്തിൽ മുന്നേറുന്നതും കാണാം. ഇതൊക്കെ അവരുടെ DNA-യിലുള്ളതാണ്, അല്ലേ? അപ്പോൾ നമ്മളുടെ അച്ഛൻ അല്ലെങ്കിൽ നമ്മളുടെ മുത്തശ്ശന്മാർ, അവരുടെ ഉള്ളിലുള്ള ആ ഘടകം നമ്മളിലേക്ക് വരുന്നു. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ കൾച്ചർ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇന്ന് ഞാൻ എടുക്കുന്ന സമ്മർദ്ദത്തിനെ ഫേസ് ചെയ്യുന്ന ആ ഒരു ധൈര്യമാണ് എൻ്റെ അടുത്ത പാരമ്പര്യമായിട്ട് അടുത്ത തലമുറയിലേക്ക് പോകുന്നത് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവുക. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഉറക്കമാണ്. ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയും വെള്ളം കുടിക്കുന്നതിൻ്റെ ക്വാളിറ്റി പോലെ തന്നെ വളരെ പ്രധാനമായിട്ടുള്ളതാണ് ഉറക്കത്തിൻ്റെ ക്വാളിറ്റി. ഒരു 7 തൊട്ട് 8 മണിക്കൂർ വരെ നന്നായി ഉറങ്ങുന്ന ഒരാളുടെ ബ്രെയിൻ സെൽസ് വളരെ റിലാക്സ്ഡ് ആയിരിക്കും. അവർ വേറെ ഒരു എന്താ പറയുന്ന എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി കുട്ടികൾ, അവർ പല കാര്യങ്ങളിൽ ലഹരിയിലും അതിലൊക്കെ അടിമപ്പെട്ട് നമ്മുടെ ബ്രെയിൻ സെൽസിനെ ഒരു രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ നിങ്ങളുടെ അഡിക്ഷൻസ് നിങ്ങളെ ബാധിക്കുന്നത്. അപ്പോൾ ഇത് ബ്രെയിൻ സെൽസിനെ വളരെ സാരമായിട്ട് ബാധിക്കുകയും അത് നിങ്ങൾക്ക് ഭാവിയിൽ പല കാര്യങ്ങളോടും ഇതില്ലാതെ എനിക്ക് സ്ട്രെസ്സ് മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് അതിനെ മെക്കാനിക്കലായിട്ട് നിങ്ങൾ വച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് മാറി നാച്ചുറലായിട്ട് എങ്ങനെ എനിക്ക് ഉറങ്ങാം, നാച്ചുറലായിട്ട് എങ്ങനെ എനിക്ക് സ്ട്രെസ്സിനെ മാറ്റാം എന്നുള്ളതിനകത്തേക്ക് നമ്മൾ വരേണ്ട ഒരു കാലഘട്ടമായി കഴിഞ്ഞിരിക്കണം. അങ്ങനെ ഇപ്പം നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഇനി 4-ാമതെന്ന് പറയുന്നത് എക്സസൈസാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ ദിവസവും ചെയ്യുന്ന എക്സസൈസ് തന്നെയാണ് നമ്മളുടെ ആരോഗ്യം. ഈ ആരോഗ്യം, ഫോർ എക്സാമ്പിൾ, ഒരു സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാരണം. നമ്മളാണ് ഗർഭപാത്രത്തിലൂടെയാണ് നമുക്ക് അടുത്തൊരു ജീവന് നമ്മൾ ഇത് ചെയ്യുന്ന, റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകളുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിന് നല്ല രീതിയിലുള്ള, അത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ തന്നെയാണ്. അവർ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അവർ നല്ലപോലെ സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അത് ആ കുട്ടിയിലും അത് ആ ഒരു, നമ്മൾ പറയില്ലേ 9 മാസം നമ്മൾ വയറിൽ കിടന്ന് ഉണ്ടാവുന്ന കുഞ്ഞാണ്. ആ കുഞ്ഞ് പല കാര്യങ്ങളിലും ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. ആ അമ്മ പോകുന്ന ആ ഒരു സമയം, ആ ഒരു ഫേസിൽ അമ്മ എടുക്കുന്ന സ്ട്രെസ്സ് കുട്ടിയെ സാരമായിട്ട് ബാധിക്കാറുണ്ട്. പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ പാമ്പിനെ കണ്ട് പേടിച്ചിട്ടുണ്ടോ നിങ്ങൾ ഗർഭിണിയായിരുന്നപ്പോൾ? അതാണോ കുട്ടിക്ക് ഇത്ര പേടി എന്നൊക്കെ ചോദിക്കാറുണ്ട്.
അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളും കുട്ടിയെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ ജനിതകമായ മാറ്റങ്ങളിൽ, ആ ഘടകങ്ങളിലൂടെ തന്നെയാണ്. ഇനി വരുന്ന അഞ്ചാമതായിട്ടുള്ള ഒരു കാര്യമാണ് ബ്രീത്തിങ്. അതായത് നമ്മൾ എങ്ങനെയാണ് ശ്വാസം എടുക്കുന്നത്. ശ്വാസം എടുക്കുന്നത് മാത്രമല്ല, നമ്മൾ എവിടെയാണുള്ളത്, നമ്മൾ ഏത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്, ആ ഒരു ഓക്സിജൻ്റെ ക്വാളിറ്റി എന്താണ്, അല്ലേ? അല്ലാതെ ഇപ്പോൾ ഞാൻ ഒരു ഭയങ്കര പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയുടെ അവിടെ വന്നിട്ട് പ്രാണായാമം ചെയ്തിട്ട് കാര്യമുണ്ടോ? അത് മുഴുവൻ വലിച്ചു കയറ്റുന്നത് മുഴുവൻ ആ ചീത്ത ശ്വാസമായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും കണ്ടുപിടിക്കേണ്ട ഒരു സമയം, ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരുന്ന് നമ്മൾ നല്ല രീതിയിൽ ശ്വാസഗതിയെ ഒന്ന് ശ്രദ്ധിച്ചാലെങ്കിലും മതി. നമ്മൾ അതിനിങ്ങനെ ഒരു പ്രാണായാമം, ഇങ്ങനത്തെ ഒരു മുദ്രകളോ ഒന്നിൻ്റെ ആവശ്യമില്ല. നമ്മൾ എങ്ങനെയാണ് ഞാൻ ശ്വാസം എടുക്കുന്നത്, എങ്ങനെയാണ് എൻ്റെ ഹൃദയം ഇടിക്കുന്നത് എന്നൊക്കെ ഒന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ആ ഒരു മൈൻഡ്ഫുൾനെസ് നമുക്കുണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യുന്നത്, നമ്മളുടെ ക്വാളിറ്റി എങ്ങനെയാണ്, നമ്മളുടെ രണ്ട് മൂക്കും ഒരുപോലെ ശ്വാസം എടുക്കുന്നുണ്ടോ, നമ്മളുടെ ഒരു മൂക്ക് ബ്ലോക്ക്ഡ് ആണോ, അതുപോലെ തന്നെ ഞാൻ ഉറങ്ങാൻ നേരത്ത് എനിക്ക് കൂർക്കം വലി വരുന്നുണ്ട്, അതെന്തുകൊണ്ടായിരിക്കാം, അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും സ്റ്റെപ്സ് ഉണ്ടോ, അതായത് ഞാൻ ബ്രീത്തിങ് എക്സസൈസ് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് നമ്മളൊരു എൻ്റെ തന്നെ ചാനലിൽ പ്രാണായാമം എന്ന് പറയുന്ന പാർട്ട് 1ഉം പാർട്ട് 2ഉം കിടക്കുന്നുണ്ട്. അതിൽ നോക്കി നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെയും അല്ലെങ്കിൽ രാവിലെ എണീക്കുന്ന വഴിയും കിടക്കുന്നതിന് മുമ്പുമായിട്ട് പ്രാണായാമം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ബ്രീത്തിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. ആ ബ്രീത്തിങ് എന്ന് പറയുന്നത് നമ്മളുടെ മനുഷ്യൻ നിലനിൽക്കുന്നത് തന്നെ ഈ ഒരൊറ്റ ശ്വാസത്തിൽ. ഈ ശ്വാസം തീർന്നാൽ നമ്മൾ തീർന്നു. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. ഇനി വരുന്ന ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡയറ്റാണ്. ഡയറ്റ് എന്ന് പറയുന്ന ആദ്യം പറയേണ്ട ഒരു പോയിൻ്റ് ആണെങ്കിൽ കൂടി ഡയറ്റ് ഞാൻ പിന്നീട് പറഞ്ഞു വെച്ചാൽ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഡയറ്റ് ഇപ്പോൾ നമ്മളുടെ മുതുമുത്തശ്ശന്മാർ കഴിച്ച അതേ ആഹാരമാണോ നമ്മൾ ഇന്ന് കഴിക്കുന്നത്? അല്ല. ആ ആഹാരം ഒത്തിരി അഡൾട്രേറ്റഡും, അതായത് മായം കലർത്തിയതും ഫെർട്ടിലൈസേഴ്സ് അടിച്ചതും ഒക്കെ ആയിട്ടുള്ള ഡയറ്റാണ് നമ്മൾ ഇന്ന് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, എൻ്റെ മുത്തശ്ശി അല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശൻ 80 വയസ്സിന് മുകളിൽ ജീവിച്ചിരുന്നു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും അത്രയും ആരോഗ്യം ഉണ്ടാവണമെന്നില്ല, എനിക്ക് അതിലും ആരോഗ്യം കുറയും. എൻ്റെ ജനറേഷന് എനിക്കറിയില്ല എങ്ങനെയായിരിക്കും അവരുടെ ആരോഗ്യം. കാരണം അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന് നമുക്ക് യാതൊരു രീതിയിലുള്ള ഗ്യാരണ്ടി ഇല്ലാതെ വരുന്നൊരു കാലഘട്ടമാണിത്. അപ്പോൾ അന്ന് കഴിച്ച ആൾക്കാർ ആഹാരം വളരെ കുറവായിരുന്നു. കാരണം പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിച്ച മനുഷ്യരായിരുന്നു പണ്ട് കാലങ്ങളിലുള്ളവർ. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാ ഫുഡ് വളരെ ധാരാളമായിട്ടും ഒത്തിരി ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന ജനറേഷൻ ആയിക്കഴിഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ ഫുഡിനുള്ള ആബ്സെൻസ് ഓഫ് ഫുഡ് ഇല്ല. രണ്ടാമത്തെ കാര്യം, ഈ ഫുഡ് കഴിക്കുന്ന മുഴുവൻ മായം കലർത്തിയത്, പിന്നെ നമ്മൾ അതിന് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി കളർ ചേർത്തതും എയറേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സും ഒക്കെ നമ്മൾ കുടിക്കുന്നു. അപ്പോൾ നമ്മളുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സമയം പഴിചേരുന്ന കുറേ അസുഖങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഒരു കാര്യം മറക്കരുത്, ഈ പാരമ്പര്യമായിട്ട് നമ്മൾ നല്ല രീതിയിൽ അന്ന് അവർ കഴിച്ച ആഹാരത്തിൻ്റെ പകുതിയെങ്കിലും ജസ്റ്റിസ് നമ്മളിപ്പോൾ ചെയ്താൽ പകുതി രോഗങ്ങളും നമുക്ക് മാറ്റാം. പക്ഷേ ഒരു ഗ്യാരണ്ടി ഇല്ലാത്തത്, എനിക്ക് ഭൂമിയുടെ, അതായത് നല്ല മണ്ണില്ല, അതുകൂടാതെ നമ്മൾക്ക് അത്രയും നല്ല പ്യൂരിറ്റി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഇല്ല എന്നുള്ള രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇവിടെ മാറ്റുള്ളൂ. ഇനി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ്. അത് ഡിസൈഡ്സ് യുവർ ജെനറ്റിക്സ് അല്ലെങ്കിൽ ജീനോം. എങ്ങനെയാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇതിനെപ്പറ്റി ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ അടുത്ത് വന്നൊരു പേഷ്യൻ്റ്, ആ പേഷ്യൻറ്റിന് ഒരു ക്യാൻസർ, അതായത് ചെറുപ്പക്കാരനാണ്, ആൾക്കൊരു ക്യാൻസറിൻ്റെ ഒരു പ്രശ്നം കണ്ടു. പക്ഷേ അത് വലിയ കുഴപ്പമില്ലാതെ അതങ്ങ് മാറിപ്പോയി. അത് കഴിഞ്ഞിട്ട് ആൾ രണ്ടാമത്തെ ഫോളോ അപ്പിന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ കസിന് നാക്കിൽ ക്യാൻസർ വന്നിരിക്കും, എൻ്റെ മൗത്ത് ക്യാൻസറാണ്, നാക്കിൻ്റെ സൈഡിലും പിന്നെ മൗത്തിലുമാണ് ക്യാൻസർ വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ടൊബാക്കോ അങ്ങനെ എന്തെങ്കിലും ശീലങ്ങളുണ്ടായിരുന്നു? അപ്പോൾ പറഞ്ഞു അതൊന്നുമല്ല. അപ്പോൾ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ അടുത്തും വേറൊരാൾക്കും കൂടി ക്യാൻസർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇയാൾ താമസിക്കുന്ന സ്ഥലം എങ്ങനെയാണ് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതൊരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലമാണ്, വെള്ളത്തിലൂടെ വിഷം ഒഴുകി വരുന്ന ഒരു സ്ഥലമാണ് എൻ്റെ. അപ്പം ഞാൻ പറഞ്ഞു, അത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ്, അപ്പോൾ പറഞ്ഞു, എൻ്റെ കുഞ്ഞ് ഇപ്പം ജനിച്ചേ ഉള്ളൂ, 1 മാസമായിട്ടുള്ളൂ, പക്ഷേ കുട്ടിക്ക് എപ്പോഴും ബ്രീത്തിങ് പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വളരെ സങ്കടം തോന്നി. വളരെ ചെറിയ പയ്യൻ,
അപ്പോൾ ഇയാൾക്ക് ഇനി എത്രയോ കാലങ്ങൾ ജീവിക്കേണ്ടതുണ്ട്. അതേ സ്ഥലത്ത് ജീവിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ആരോഗ്യവും ഭയങ്കര പ്രശ്നമാകുമെന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, ഇയാൾക്ക് എന്തെങ്കിലും ഒരു നിവൃത്തിയുണ്ടോ ആ സ്ഥലത്തു നിന്ന് മാറാനായിട്ട്? ഞാൻ നോക്കട്ടെ ഡോക്ടറെ, ഞാൻ അതിനുള്ളൊരു ശ്രമമാണ്. കാരണം ഡോക്ടറും കൂടെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നത്. അപ്പം ഞാൻ ഈ ക്യാൻസറിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് ആ ഏരിയയിലുള്ള ഒരു മിക്ക ആൾക്കാർക്കും പല രീതിയിലുള്ള സ്കിൻ പ്രോബ്ലംസും ക്യാൻസറും കണ്ടെത്തി കഴിഞ്ഞു. ഈ അടുത്ത ഇടയ്ക്ക് ആൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഞാൻ എൻ്റെ പെരകരി താമസമാണ്. ഡോക്ടർ ഒരാൾ കൊണ്ടാണ് ഞാൻ ആ ഒരു മാറ്റത്തിന് ഒരാളുടെയും കൂടി ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ ഞാനത് മാറിയതിനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടറും കൂടെ പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ ഭയങ്കര സന്തോഷമായി എനിക്ക്. കാരണം ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് വീട് മാറാൻ പറഞ്ഞിട്ട് മാറിയ എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക. അപ്പം ഞാൻ പറഞ്ഞത് കേട്ടല്ലോ എന്നെനിക്കൊരു സന്തോഷമുണ്ട്. കാരണം എനിക്ക് ആ കുഞ്ഞിന് അസുഖങ്ങൾ വന്നു എന്ന് പറയുമ്പോൾ ഞാനും ഒരു അമ്മയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ഫീൽ ചെയ്തിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഈ പ്രകൃതി എന്ന് പറയുന്നത് ഏത് സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നതെന്നുള്ളത് ഇനി എത്ര ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമായിക്കോട്ടെ, പക്ഷെ അവിടെ പൊല്യൂട്ടഡ് ആണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. നിങ്ങൾ ആ സ്ഥലത്ത് നിന്ന് മാറി നല്ല പ്രകൃതി ദത്തമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് മാറാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആയുസ് പകുതിയായിട്ട് കുറയും. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് നല്ലൊരു ആരോഗ്യം കൊടുക്കാൻ ആവില്ല എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കുക. പൈസ ഇന്നുണ്ടാവും നാളെ ഉണ്ടാവും, പക്ഷെ ആരോഗ്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഞാൻ സാധാരണ സംസാരിക്കുന്നതിൽ വളരെ വ്യത്യസ്തമാണ്. പക്ഷേ ഈ ഒരു ടോപ്പിക്ക് വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായ ഒരു ടോപ്പിക്കാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് എടുത്തത്. അപ്പോൾ വീണ്ടും കാണാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുമായി.